നമ്മുടെ നാട്ടിൽ അധികമാരും ശ്രദ്ധിക്കാതെ അരങ്ങേറുന്നൊരു ദുരന്തമുണ്ട്. ഈ കിടപ്പ് രോഗികൾ എന്നൊരു വിഭാഗം. അത് രണ്ട് തരത്തിലാണ് കിടപ്പ് രോഗികൾ. ഒന്ന് പ്രായം കൊണ്ട് കിടപ്പ് രോഗികളായി പോകുന്നവർ. പ്രായം കൂടിപ്പോയി, അവർക്ക് സ്വന്തമായിട്ടൊന്നും ചെയ്യാനാവില്ല, സംസാരിക്കാനുള്ള ശേഷിയില്ല. അങ്ങനെ അപ്പോൾ പരസഹായം വേണം എല്ലാ കാര്യത്തിനും. അങ്ങനെയുള്ള ഒരു വിഭാഗം ആളുകൾ. പിന്നെ ചെറുപ്പക്കാർ ആക്സിഡൻറ്റിലും മറ്റും അവശരായിട്ട് തളർന്ന് എണീക്കുകയോ മറ്റോ സ്വന്തമായിട്ട് എന്തെങ്കിലും കാര്യമോ ചെയ്യാൻ കഴിയാതെ പോകുന്നവർ. ഇങ്ങനെ രണ്ട് വിഭാഗം ആളുകൾ. അപ്പോൾ ഈ ചെറുപ്പക്കാരുടെ കാര്യത്തിൽ ഈ ഡോക്ടർ രാജഗോപാൽ, ഈ പാലിയം ഇന്ത്യ എന്ന് പറഞ്ഞ ആ മികച്ച സ്ഥാപനം, അതിൻ്റെ സ്ഥാപകനായ അദ്ദേഹം ഒരിക്കൽ പറയുകയുണ്ടായി, ഈ ചെറുപ്പക്കാരൊക്കെ ആകുമ്പം വീട്ടുകാർ ആദ്യം അവർ ഉള്ളത് വിറ്റും പെറുക്കി എല്ലാം ചികിത്സിക്കും. ഇതെല്ലാം കഴിഞ്ഞ് വിൽക്കലും പെറുക്കലും എല്ലാം കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് പിന്നൊന്നും ഒരു മാർഗ്ഗവുമില്ല. അപ്പം മൂലയ്ക്ക് എവിടെയെങ്കിലും ഇട്ടേക്കും, ആരും ഒന്നും ശ്രദ്ധിക്കുകയില്ല. അങ്ങനെയുള്ള ഒരവസ്ഥയിലേക്ക് അവർ പോകുന്നു. വാസ്തവം പറഞ്ഞാൽ ഒരു വലിയ ദുരന്തമാണ് നമ്മുടെ നാട്ടിൽ. അത് അധികമാരും അത് ശ്രദ്ധിക്കുന്നില്ല. നമ്മൾ ഈ അനാഥാലയങ്ങൾ അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ, അത് ഈ വമ്പൻ പരിപാടികൾ, അതേപ്പറ്റിയൊക്കെയാണ് നമ്മുടെ ശ്രദ്ധയൊക്കെ പോകുന്നത്. ഈ സാധാരണ കുടുംബങ്ങളിൽ ഇങ്ങനെയൊരു ദുരന്തം ഉണ്ടാവുന്നു. അപ്പോൾ എല്ലാ കുടുംബങ്ങളിലും ഇല്ലാത്തതുകൊണ്ട് നമ്മളതിനെപ്പറ്റി അത്ര ശ്രദ്ധിക്കാറുമില്ല. നമ്മുടെ വീട്ടിൽ വന്നാലേ അത് നമ്മൾ ശ്രദ്ധിക്കുകയുള്ളൂ. അപ്പോൾ അങ്ങനെ ഉള്ള ഒരു ദുരന്തം ഈ ഒന്നും വയ്യാത്ത ആളുകൾ, അപ്പോൾ ഒരുവിധം പൈസയുള്ളവരൊക്കെ ആണെങ്കിൽ ഹോം നേഴ്സിനെ നിർത്തി അല്ലെങ്കിൽ വേലക്കാരെ നിർത്തി അങ്ങനെയുള്ളവരൊക്കെ ചികിത്സിക്കുക, അല്ലെങ്കിൽ അവർ സംരക്ഷിക്കും, അവർ കാര്യങ്ങളെല്ലാം നോക്കും. ഇതൊന്നുമില്ലാത്തവർ, ഈ പ്രായമായവരോ അല്ലെങ്കിൽ ഇങ്ങനെ ഈ ആക്സിഡൻറ്റിൽപ്പെട്ടവരോ ഒക്കെ അങ്ങനെ ഒരു മൂലയ്ക്ക് അവർ കിടക്കുന്ന ഒരു സ്ഥിതി വരുന്നു. അപ്പോൾ അതിനൊരു മാറ്റം വേണ്ടതാണ്. വാസ്തവം പറഞ്ഞാൽ അതിലേറ്റവും നല്ലൊരു കാര്യം കണ്ടത് ഈ പാലിയം ഇന്ത്യ ഇങ്ങനെയുള്ള ആളുകളെ ചികിത്സിക്കുന്നതിന് വേണ്ടി അത് തിരുവനന്തപുരം കേന്ദ്രമായിട്ട് ഉണ്ടാക്കിയ സംഘടനയാണ്. അതുപോലെ തന്നെ നൈബർഹുഡ് നെറ്റ്വർക്ക് ഓഫ് പാലിയേറ്റീവ് കെയർ എന്ന് പറഞ്ഞ കോഴിക്കോട് കേന്ദ്രമായിട്ടൊരു സ്ഥാപനമുണ്ട്. അപ്പോൾ അതിൽ എനിക്ക് വ്യക്തിപരമായിട്ട് അറിയാവുന്ന ഈ കോഴിക്കോട് കാര്യം, അവർ ഇങ്ങനെയുള്ള രോഗികളെ അവർ ഡോക്ടറും നേഴ്സും ഒക്കെ വീട്ടിൽ വന്ന് ചികിത്സ നൽകും, അല്ലെങ്കിൽ സംരക്ഷണം നൽകും. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾ, നമുക്കിപ്പം ഒരു കിടപ്പ് രോഗിയെയും കൊണ്ട് നമുക്ക് പെട്ടെന്ന് കിടപ്പ് രോഗിക്ക് രോഗം കൂടുന്നു, പെട്ടെന്ന് ആശുപത്രി കൊണ്ടുപോകാനാവില്ല. ആംബുലൻസ് വേണം, സംവിധാനങ്ങളെല്ലാം വേണം. നേരെ മറിച്ച് ഒരു ഡോക്ടറും നേഴ്സും ഇങ്ങോട്ട് വീട്ടിലേക്ക് വന്ന് ചികിത്സിച്ചാലോ അല്ലെങ്കിൽ കാര്യങ്ങളൊക്കെ നോക്കിയാലോ എത്രയോ സമാധാനമാണ് നമുക്കുണ്ടാവുക. അപ്പോൾ അങ്ങനെയുള്ള ഒരു വലിയൊരു ദൗത്യമാണ് ഈ പാലിയേറ്റീവ് കെയറിൽ ഡോക്ടർമാരും നേഴ്സുമാരും മറ്റ് സ്റ്റാഫുകളും എല്ലാം ചെയ്യുന്നത്. നമ്മളാരും അവരുടെ സേവനത്തെ അത്ര കാണുന്നില്ല. അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം, നമ്മുടെ വീട്ടിൽ ഉണ്ടെങ്കിലേ നമ്മളത് അറിയുകയുള്ളൂ. ഇവരുടെ സേവനം എത്രയോ വലുതാണെന്നും എത്രയോ മഹത്തരമാണെന്നും അത് നമ്മൾ അറിയുകയുള്ളൂ. അപ്പം നമ്മൾ ഈ വലിയ അനാഥാലയങ്ങൾക്കും ഈ ഭയങ്കര ഈ പണപ്പിരിവൊക്കെ നടത്തുന്ന ആളുകളൊക്കെ ഉണ്ട്, ഈ അനാഥാലയങ്ങൾക്കും അതുപോലെയുള്ള സംഘടനകൾക്കും വേണ്ടിയിട്ട്. അപ്പോൾ അതുപോലുള്ള പണപ്പിരിവോ അങ്ങനെയുള്ള ഒരു പിന്തുണയും അവർക്ക് കിട്ടുന്നതായിട്ട് കാണുന്നില്ല. പക്ഷേ ആ സംഘടനയും ആ പ്രസ്ഥാനത്തെയും കഴിയുന്നത്ര സഹായിക്കേണ്ടതാണെന്ന് എനിക്ക് തോന്നുന്നു. ഇനി അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ പാലിയേറ്റീവ് കെയറിന് എന്തെങ്കിലും ഒരു സംവിധാനം നമ്മുടെ നാട്ടിൽ വേണ്ടേ? ഓരോ ജില്ലയിലും അല്ലെങ്കിൽ ഓരോ ജില്ലയിലെങ്കിലും ഇതിനൊരു സംവിധാനം, ഒരു പ്രത്യേക ഇൻസ്റ്റിറ്റ്യൂഷൻ. ഇങ്ങനെ കിടപ്പ് രോഗികളായിട്ടുള്ള ആളുകളെ ഓരോ വീടുകളിലും സംരക്ഷിക്കുക എത്രയോ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്, അത് പ്രത്യേകിച്ച് സാമ്പത്തികമായിട്ട് പ്രയാസമുള്ള ആളുകൾക്ക്. അപ്പോൾ അങ്ങനെ ഒരു പാലിയേറ്റീവ് കെയർ അങ്ങനെയുള്ള സംവിധാനം ജില്ലാടിസ്ഥാനത്തിലോ ഒക്കെ ഉണ്ടാവുകയാണെങ്കിൽ തീരെ ഇങ്ങനെയുള്ള ആളുകളെ അവിടെ കൊണ്ടുപോയി താമസിപ്പിക്കാം. അപ്പോൾ അവരുടെ അന്ത്യം വരെ അവിടെ കഴിയുന്നു. അവിടെ ചികിത്സിക്കാൻ പ്രൊഫഷണലായിട്ടുള്ള ആളുകൾ, ചികിത്സിക്കാനും ഇവരുടെ കാര്യങ്ങൾ നോക്കാനും പ്രൊഫഷണലായിട്ടുള്ള ആളുകളുണ്ടാകും. അപ്പോൾ വീട്ടുകാർക്ക് എന്തോ ഒരു ആശ്വാസവും എന്തോ ഒരു സമാധാനവും ആണ് ഉണ്ടാകുന്നത്. അപ്പോൾ അത് സർക്കാരും മറ്റ് സംഘടനകളും ഒക്കെ ഒന്ന് ശക്തിപൂർവ്വം ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. ഇങ്ങനെ വരുന്ന അവസ്ഥയിൽ ഉള്ള ആളുകളെ, കിടപ്പ് രോഗികൾക്ക് ഒരു സംവിധാനം, അവരെ വീടുകളിൽ അവർക്ക് ഒരു സമാധാനം കൊടുക്കുക. വീടുകളിലുള്ളവർക്ക് അറ്റ്ലീസ്റ്റ് നമ്മുടെ ആൾ അവിടെ സുരക്ഷിതമായി കഴിയുന്നു, അവരുടെ കാര്യങ്ങളെല്ലാം അവിടെ ടേക്ക് കെയർ ചെയ്യുന്നു എന്നുള്ളൊരു സംവിധാനം. അപ്പോൾ അത് പൈസ ഉള്ളവരിൽ നിന്ന് പൈസ വാങ്ങാം, പൈസ ഇല്ലാത്തവർക്ക് ഈ സർക്കാരോ അല്ലെങ്കിൽ മറ്റ് സന്നദ്ധ സംഘടനകളോ ഒക്കെ അവരെ സംരക്ഷിക്കുന്നതിനുള്ള ഒരു സഹായം എത്തിക്കേണ്ടതും ഒരാവശ്യമാണ്. കാരണം ഇത് ജീവിതത്തിലേക്ക് തിരിച്ചു വരില്ല എന്ന് ഉറപ്പുള്ള ആളുകളാണ് ഈ കിടപ്പ് രോഗികളിൽ 90-99% അങ്ങനെയുള്ളവരെ മതി. അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ആലയം എല്ലാ സ്ഥലത്തും അത് ഉണ്ടാവേണ്ടത് ആവശ്യമാണെന്ന് തോന്നുന്നു. ഈ ഇങ്ങനെയുള്ള വീടുകളും വീട്ടുകാരും അനുഭവിക്കുന്ന ആ ബുദ്ധിമുട്ടുകൾ, അത് നമ്മുടെ സമൂഹം തിരിച്ചറിയുകയും അതിനൊരു പ്രതിവിധിക്ക് ശ്രമിക്കുകയും ചെയ്യേണ്ടത് അത്യാവശ്യമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. പ്രത്യേകിച്ച് ഇന്നിപ്പം ആളുകളൊക്കെ പ്രായം കൂടി കൂടുതൽ കാലം ജീവിച്ചിരിക്കുന്നു. അപ്പോൾ കൂടുതൽ കാലം ജീവിച്ചിരിക്കുമ്പോൾ അവരെ
സംരക്ഷിക്കാനും ഒക്കെയുള്ള ആളുകളുടെ എണ്ണവും കുറയുന്നു. അത് പ്രധാനപ്പെട്ട കാര്യം. പലരും പല സ്ഥലങ്ങളിലായിരിക്കും, മക്കളുടെ മക്കളോ. അപ്പോൾ ഇവരെ പിന്നെ ചികിത്സിക്കാനോ സംരക്ഷിക്കാനോ ഒന്നും ആളുകളുണ്ടാവില്ല. ആ ഒരവസ്ഥയിൽ ഇതിനൊരു സംവിധാനം ഉണ്ടാകുന്നത് എന്തുകൊണ്ടും അഭിലഷണീയമാണെന്ന് തോന്നുന്നു. അപ്പോൾ അതുകൊണ്ട് ഈ പാലിയേറ്റീവ് കെയറുകാർ ചെയ്യുന്ന ആ മഹത്തായ സേവനത്തിന് പിന്നെ കൂപ്പുകൈ. തീർച്ചയായിട്ടും എന്തൊരു വലിയ സഹായമാണ് നിങ്ങൾ ചെയ്യുന്നത്. അതിന് നിങ്ങളെ എത്ര കണ്ട് അഭിനന്ദിച്ചാലും എത്ര കണ്ട് നന്ദി പറഞ്ഞാലും മതിയാവില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്.